നമസ്കാരം, ഞാൻ അമലക്ഷയ്. സിനിമ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 1.5 വർഷം മുമ്പാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ കുറേയധികം വീഡിയോസ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാനലിൽ കുറേയധികം വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും പഠിച്ചിട്ടുള്ള എന്താണ്, തിരക്കഥ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള പല പല ഫോർമുലാസും റൂൾസുമാണ്. ആ റൂളുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു തിരക്കഥ ബെറ്റർ ആകുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? അങ്ങനെ ഞാൻ ആ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും വന്നിട്ട് പല വീഡിയോയും താഴെ കമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് വർക്കാണ്, അതിന് ഇത്തരത്തിൽ റൂൾസിൻ്റെയും ഫോർമുലയുടെ ഒന്നും ആവശ്യം തന്നെയില്ല, ഈ റൂളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേണം ക്രിയേറ്റീവായിട്ട് ഈ വർക്കുകളൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങൾക്കില്ല, உங்களுக்கு இருந்தா മീറപ്പെടും. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് കണ്ട്രാക്കടിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഞാൻ മറുപടി കൊടുക്കാറില്ല. കാരണം അവരെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് ധരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് അത്തരം ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ലായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ മനസ്സിലാക്കി, നമ്മളെ ആക്ച്വലി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കമൻറ്റ്സ് കാണുമ്പോൾ ഒരു പക്ഷേ കൺസേൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ റൂളുകളൊക്കെ ഫോളോ ചെയ്യണോ, വെറുതെ ഇതൊക്കെ പഠിച്ച് സമയം കളയണോ എന്നൊക്കെ അവർക്ക് ചിന്തയുണ്ടാവും, അല്ലേ? അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അതായത് സിനിമയിലേക്കും തിരക്കഥയിലേക്കും നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ക്രിയേറ്റിവിറ്റിക്കാണോ പ്രാധാന്യമുള്ളത്, അതോ ഈ പറയുന്ന റൂൾസിനും ഫോർമുലാസിനുമാണോ പ്രാധാന്യമുള്ളത്? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്? അതായത് നമ്മൾ വിജയിച്ചവരെ കണ്ടാണ് ശരിക്കും കാര്യങ്ങൾ പഠിക്കേണ്ടത്, അല്ലേ? എന്നാൽ വിജയിച്ചവരെ കണ്ട് മാത്രമല്ല, പരാജയപ്പെട്ടവരെ കണ്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ ഈ പറയുന്ന രണ്ടിടത്ത് നിന്ന് പഠിച്ചാൽ മാത്രമേ നമ്മൾ വിജയിക്കുമെന്നാണ് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നത്. എന്നിരുന്നാൽ പോലും വിജയിച്ചവരെയാണ് കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിജയിച്ച ആൾക്കാർ എന്താണോ ചെയ്തത് അതിനെയായിരിക്കും കൂടുതൽ ആൾക്കാർ അംഗീകരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ സക്സസ് ആയിട്ടുള്ള ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറില്ലേ, അദ്ദേഹത്തിൻ്റെ വിക്രം സിനിമയൊന്ന് നമുക്ക് എടുത്തു വെച്ചിട്ട് ആ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ക്രിയേറ്റിവിറ്റിക്കാണോ അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, അതോ ഈ പറയുന്ന രീതിയിൽ ഫോർമുലയ്ക്കും റൂൾസിനുമാണോ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്കുമുള്ള എൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വിക്രം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും എടുത്തിട്ട് ആ ഒരു സ്ക്രിപ്റ്റിനെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്ത് കാണിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയെന്നും വലിച്ചു നീട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആൾക്കാർ നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യും. അങ്ങനെ കമൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം അത്രയും വലിച്ചു നീട്ടണ്ട എന്ന് കരുതിയിട്ട് ഇത്തരത്തിൽ ഈ ഒരു ഇതിനെ ഒന്ന് ഷോർട്ടാക്കി പറയാമെന്ന് വെച്ചു. അങ്ങനെ ഷോർട്ടാക്കി പറയാൻ നോക്കിയ സമയത്ത് സിനിമയെ തന്നെ ഷോർട്ടാക്കുന്നതാണല്ലോ അതിൻ്റെ ട്രെയിലർ. അങ്ങനെയാണെങ്കിൽ വിക്രത്തിൻ്റെ ട്രെയിലർ എടുത്തുകൊണ്ട് ആ ട്രെയിലർ എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് നമുക്ക് നോക്കാം. അതായത് ട്രെയിലർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സിമ്പിൾ ട്രെയിലറാണെന്ന് വിചാരിക്കരുത്. ഒരു സിനിമയുടെ ട്രെയിലർ പബ്ലിഷ് ചെയ്യുന്നതിനും പോലും ഇത്തരത്തിൽ കുറേയധികം ഫോർമുലാസും കുറേയധികം റൂൾസും പറയുന്നുണ്ട്. അപ്പോൾ ലോകേഷ് കനകരാജ് ഈ പറയുന്ന റൂൾസും ഫോർമുലയൊക്കെ ഫോളോ ചെയ്തിട്ടാണോ ഈ പറയുന്ന വിക്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലോകേഷ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രെയിലർ നിർമ്മിച്ചത് ഇത്തരത്തിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കുമോ, അതോ പ്യുവർ ക്രിയേറ്റിവിറ്റി വെച്ച് മാത്രമായിരിക്കുമോ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ എന്തായാലും ആ ഒരു ആൻസർ മനസ്സിലൊന്ന് കരുതി വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ഈ പറയുന്ന റൂൾസ് ആൻഡ് ഫോർമുലാസ് ഒന്ന് മനസ്സിലാക്കാം. അതായത് ഞാൻ ഈ പറഞ്ഞ കണക്കൊരു ട്രെയിലർ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അവിടെ കുറേയധികം റൂൾസും ഈ പറയുന്ന ഫോർമുലാസും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഫോർമുലാസ് എന്തെല്ലാമാണെന്നും അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്നും ഞാൻ ആദ്യം പറയാം. അതിനുശേഷം അത് മനസ്സിലാക്കിയതിന് ശേഷം ഇത്തരത്തിൽ ഈ പറയുന്ന വിക്രത്തിൻ്റെ ട്രെയിലറിനുള്ളിൽ ഈ പറയുന്ന ലോകേഷ് അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അദ്ദേഹം അത് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്തിട്ട് മറ്റെന്തോ കാണിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഫിലിമിൻ്റെ ട്രെയിലർ ഫോളോ ചെയ്തിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട റൂളുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ആ ഒരു ഫോർമുലയിലേക്ക് പോകാം. അതാണ് ഫോളോ 3 ആക്ട് സ്ട്രക്ചർ. അതായത് നമുക്കറിയാമില്ലേ, തിരക്കഥയിൽ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നൊരു റൂളാണ്. അതായത് ഒരു ഫോർമുലയാണ് ഇത്തരത്തിൽ 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിനൊരു ബിഗിനിങ് ഉണ്ടാവും, ഒരു മിഡിൽ പാർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ അവസാനമായിട്ടൊരു എൻഡ് പാർട്ട് ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സിനിമ 2.5 മണിക്കൂറുള്ള ഈ ഒരു സിനിമയെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ഒരു 3 മിനിറ്റിലേക്ക് ചുരുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രെയിലർ എന്ന് പറയുന്നത്. അതായത് ഒരു സിനിമയുടെ ഷോർട്ട് ഫോം ഇവിടെ ട്രെയിലർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമയിൽ ഈ പറയുന്ന 3 ആക്ട് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതേ 3 ആക്ട് സ്ട്രക്ചർ ഈ പറയുന്ന ട്രെയിലറിനകത്തും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ട്രെയിലറിലെ ആക്ട് 1, ആക്ട് 2, ആക്ട് 3 എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആക്ട് 1 എന്താണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ബിഗിനിങ് ഓഫ് യുവർ ട്രെയിലർ ഷുഡ് ഇൻട്രൊഡ്യൂസ് ദ മെയിൻ ക്യാരക്ടേഴ്സ്, സെറ്റപ്പ് ആൻഡ് പ്രിമൈസ്. അതായത് ഈ പറയുന്ന ട്രെയിലറിൻ്റെ ആക്ട് 1 ട്രെയിലറിൻ്റെ ആ ഒരു തുടക്ക ഭാഗങ്ങളിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സ് ആരെല്ലാമാണെന്ന് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ആ ഒരു സിനിമയുടെ സെറ്റപ്പ്, ആ ഒരു സിനിമ എവിടെയാണ് നടക്കുന്നത്, എന്താണ് നടക്കുന്നത്, ഏതൊരു കഥയെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യങ്ങളും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള അതിൻ്റെ പ്രിമൈസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ ആ ഒരു ആക്ട് 1 ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പടം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഫിലിമാണെങ്കിൽ ആ ഒരു ആദ്യത്തെ ആ ഒരു ആക്ടിൽ തന്നെ അത് റൊമാൻറ്റിക് ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ ആണെന്ന് മനസ്സിലായിരിക്കണം പ്രേക്ഷകന്. രണ്ടാമത്തെ ആക്റ്റാണ് കോൺഫ്ലിക്റ്റ്. അതായത് ആ ഒരു ട്രെയിലറിൻ്റെ നടുഭാഗത്ത് ഇത്തരത്തിൽ എന്താണോ ആ ഒരു സിനിമ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോൺഫ്ലിക്റ്റ്, ആ ഒരു പടത്തിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കണം. അപ്പോൾ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് 2 വ്യക്തി
വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആവാം, അല്ലെങ്കിൽ രണ്ട് ഐഡിയോളജികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആവാം, അല്ലെങ്കിൽ ഡയലോഗ് ത്രൂ ഉള്ള കോൺഫ്ലിക്റ്റ് പോലും ഇതാവാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ട്രെയിലറിൻ്റെ നടുക്കുണ്ടായിരിക്കേണ്ടതാണ് കോൺഫ്ലിക്റ്റ്. ഇനി അടുത്ത് നമ്മൾ മൂന്നാമത്തെ ആക്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണ് ഈ പറയുന്ന ആ ഒരു ക്ലൈമാക്സ് വരുന്നത്. അതായത് അതിൻ്റെ ആ ഒരു റെസൊല്യൂഷൻ എന്താണ്, സൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലൈമാക്സിൽ എന്താണോ നടക്കുന്നത് അതായിരിക്കണം ഈ പറയുന്ന ട്രെയിലറിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു രണ്ടാമത്തെ ആ ഒരു റൂളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫോർമുലയിലേക്ക് പോകാം. അതാണ് ഹൈലൈറ്റ് ഓൾ ടാലൻറ്റ്സ് ഇൻ യുവർ ഫിലിം. അതായത് നിങ്ങളുടെ ചിത്രത്തിൽ ഏതെല്ലാം വളരെ ഫേമസ് ആയിട്ട് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെല്ലാം മാർക്കറ്റ് വാല്യൂ ഉള്ള ആളുകളുണ്ടോ അവരെ എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന ട്രെയിലറിനുള്ളിൽ കാണിച്ചിരിക്കണമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പടത്തിൽ ഇത്തരത്തിൽ 4-5 പ്രധാന കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഇവരെ എല്ലാം തന്നെ കാണിച്ചിരിക്കണം. ഇനി ഇതല്ല, നിങ്ങളൊരു വളരെ പുതിയൊരു ഡയറക്ടറാണ്, നിങ്ങളെ ആർക്കും അറിയില്ല, നിങ്ങളുടെ ആദ്യത്തെ പടമാണ് വരുന്നത്, ആ ഒരു പടത്തിൽ ഇത്തരത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നടീനടന്മാർ ആരും ഇല്ലെങ്കിൽ പോലും ഒരു ക്യാമിയോ റോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റോളിനൊക്കെ വരുന്ന അല്ലെങ്കിൽ വളരെ പ്രാധാന്യമില്ലാത്തൊരു ചെറിയ റോൾ ചെയ്യുന്ന പോലും വളരെ സീനിയർ ആയിട്ടുള്ള അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നടൻ അതിലുണ്ടെങ്കിൽ അയാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ഈ പറഞ്ഞ ട്രെയിലറിൽ കാണിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ റൂളാണ് യൂസ് വോയിസ് ഓവർ ഓർ ടെക്സ്റ്റ് ടു സപ്പോർട്ട് യുവർ സ്റ്റോറി. അതായത് നിങ്ങളുടെ ട്രെയിലറിൽ നിങ്ങൾക്ക് വോയിസ് ഓവറോ അല്ലെങ്കിൽ ടെക്സ്റ്റോ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ട്രെയിലറിനെ കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പം നിങ്ങളുടെ ആ ഒരു സിനിമയിലുള്ള എല്ലാ സീനുകളും എല്ലാ ഡയലോഗുകളും തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പറഞ്ഞ ട്രെയിലർ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ആ ഒരു ട്രെയിലറിനെ ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റോറി ആയിട്ട് കരുതിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വോയിസ് ഓവറോ മറ്റ് ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു വോയിസ് ഓവർ ശരിക്കും ആ ഒരു സിനിമയിൽ വേണം. ആ ഒരു സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ ട്രെയിലർ പറഞ്ഞ ഒരു വോയിസ് ഓവർ അതിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ട്രെയിലറിന് വേണ്ടി മാത്രം നിങ്ങൾക്കൊരു വോയിസ് ഓവർ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. നാലാമത്തെ റൂളാണ് ഷോ ബെസ്റ്റ് സീൻസ് ഇൻ യുവർ ട്രെയിലർ. അതായത് നിങ്ങളുടെ ആ ഒരു സിനിമയിലുള്ള ഏറ്റവും ബെസ്റ്റ് സീൻ എന്ന് നിങ്ങൾ കരുതുന്ന സീനുകൾ ഏതെല്ലാമാണോ ആ സീനുകളുടെ എല്ലാം തന്നെ പല പല കട്ടുകൾ ട്രെയിലറിനകത്ത് കാണിച്ചിരിക്കണം. അതായത് ചില ആൾക്കാർ കരുതാറുണ്ട്, അതായത് ഇത് വളരെ ബെസ്റ്റ് സീനാണ്, ഇതൊരിക്കലും ട്രെയിലറിൽ കൊടുക്കേണ്ട, തിയേറ്ററിൽ വരുന്നവർ മാത്രം ഇത് കണ്ട് ആദ്യമായിട്ട് ആ ഒരു വൗ ഫാക്ടർ കൊടുത്താൽ മതി എന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ എത്ര നല്ല ബെസ്റ്റ് സീനുണ്ടോ അതെല്ലാം തന്നെ കാണിക്കണമെന്നാണ് ഈ ഒരു റൂള് പറയുന്നത്. അഞ്ചാമത്തെ റൂളാണ് ചൂസ് മ്യൂസിക് ദാറ്റ് മാച്ചസ് ദ ടോൺ. അതായത് നിങ്ങളുടെ ആ ഒരു സിനിമയുടെ ആ ഒരു ടോൺ എന്താണോ ആ ടോണിന് അനുയോജ്യമായിട്ടുള്ള മ്യൂസിക് മാത്രം ഈ പറഞ്ഞ ട്രെയിലറിന് ആഡ് ചെയ്യുക. നിങ്ങളുടെ ഒരു ആക്ഷൻ ത്രില്ലർ ആയിട്ടുള്ളൊരു സിനിമയാണെങ്കിൽ അതിൻ്റെ ആ ഒരു മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ട്രെയിലറിൽ ഉണ്ടായിരിക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞ ഇത്തരത്തിൽ അതുമായി റിലേറ്റ് ചെയ്തതായിരിക്കണം. പകരം നിങ്ങൾ ഇത്തരത്തിൽ റൊമാൻറ്റിക്കോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒക്കെ ഉള്ള ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ഷൻ ത്രില്ലർ പടത്തിന് നിങ്ങൾ റൊമാൻറ്റിക് BGM ആണ് ആദ്യം കൊടുക്കുന്നതെങ്കിൽ അത് കണ്ടിട്ട് പ്രേക്ഷകൻ ഇത് റൊമാൻറ്റിക് പടമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇത്തരത്തിൽ തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെ വരുന്ന സമയത്ത് എന്താണോ പ്രോമിസ് ചെയ്തത് അതല്ല അവർക്ക് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ട്രെയിലർ റൊമാൻറ്റിക് ആണെന്ന് കണ്ടിട്ട് ചിലപ്പോൾ ആ ഒരു പടത്തിന് വരാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണോ, നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടോണിനനുസരിച്ചുള്ള മ്യൂസിക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 5 റൂൾസ് മാത്രമല്ല ഇനിയും കുറേ അധികം റൂളുകളുണ്ട്. അപ്പോൾ എല്ലാം കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ട് ഈ ഒരു 5 എണ്ണത്തിൽ നിർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 5 റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 5 റൂൾസ് ഇത്തരത്തിൽ നമ്മൾ വിക്രത്തിൻ്റെ ട്രെയിലറിനകത്ത് ലോകേഷ് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് മാത്രമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ യൂട്യൂബിലേക്ക് വന്നിരിക്കുകയാണ്. യൂട്യൂബിൽ വന്നിട്ട് നമ്മളിത് വിക്രം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ട്രെയിലർ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? കമലഹാസൻ്റെ ആ ഒരു വോയിസ് ഓവറാണ്. കാട് എന്നൊന്നിരുന്നാൽ അല്ലേ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ട്രെയിലർ പ്ലേ ചെയ്ത് ആദ്യത്തെ 10 സെക്കൻഡ് കേട്ട എന്താണ്? കാട് എന്നൊന്നിരുന്ന് കഴിഞ്ഞാൽ സിംഗം, പുലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേട്ടയ്ക്ക് പോകുന്നതാണ്. ഈ പറയുന്ന വോയിസ് ഓവർ ഇത് കമലഹാസൻ കൊടുക്കുന്ന ഒരു വോയിസ് ഓവറാണ്. ഈ ഒരു വോയിസ് ഓവർ നിങ്ങൾ ആ ഒരു സിനിമയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫുൾ സിനിമ നിങ്ങൾ കണ്ടാലും ഈ ഒരു വോയിസ് ഓവറോടെ കേൾക്കാൻ പറ്റില്ല. കാരണം ഇത് ട്രെയിലറിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളൊരു വോയിസ് ഓവറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 5 റൂളുകളിൽ ഒന്ന് ഹിറ്റായി അല്ലേ? അതായത് നിങ്ങളുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വോയിസ് ഓവറോ ടെക്സ്റ്റോ കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി വീണ്ടും പ്ലേ ചെയ്ത് നോക്കാം. ബാക്കി ഏതെങ്കിലുമൊക്കെ റൂൾസ് ഇത്തരത്തിൽ ലോകേഷ് അണ്ണൻ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? അപ്പോൾ ഈ ഒരു ട്രെയിലർ 17 സെക്കൻഡ് എത്തിയപ്പോൾ തന്നെ അടുത്ത റൂളും ഹിറ്റായി. അതായത് രണ്ടാമത്തെ റൂൾ നമ്മൾ പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ ഫിലിം ടാലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ ഫേമസ് ആയിട്ടുള്ള അതിന് മാർക്കറ്റ് വാല്യൂ കൊണ്ടുവരുന്ന ആരെല്ലാമാണോ അവരെല്ലാം തന്നെ നിങ്ങൾ ട്രെയിലറിനകത്ത് കാണിച്ചിരിക്കണം. ആ ഒരു ട്രെയിലർ തുടങ്ങിയ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഫഹദ് ഫാസിലിൻ്റെ ഫേസ് കാണിച്ചു, വിജയ് സേതുപതിയുടെ ഫേസ് കാണിച്ചു, അതുപോലെ തന്നെ ഇത്തരത്തിൽ നരേൻ്റെ ഫേസ് കാണിച്ചു ഇല്ലേ? എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ ഫേസ് കാണിച്ചിട്ടില്ല. അതാരാണെന്ന് നമുക്ക് നോക്കിയാലോ?
യെസ്, റോളക്സ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ ഫേസ് കാണിച്ചില്ല അല്ലേ. അതായത് സൂര്യ എന്ന് പറയുന്ന ഇത്ര മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനായിട്ട് പോലും ആ ഒരു റൂളിനെ ഒന്ന് വയലേറ്റ് ചെയ്തുകൊണ്ട് സൂര്യയുടെ ആ ഒരു ഫേസ് ലോകേഷ് ഇവിടെ കാണിക്കാതിരുന്നു. അതെന്തുകൊണ്ടാണ് കാണിക്കാതിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത്ര അധികം മാർക്കറ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളുടെ ഫേസ് എല്ലാം കാണിച്ചു കഴിഞ്ഞു. ഇനി ലോകേഷിനെ പോലെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറിന് ആ ഒരു റിസ്ക് എടുക്കാം. കാരണം തിയേറ്ററിൽ ആ പറഞ്ഞ വൗ ഫാക്ടർ സൂര്യ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സൂര്യ എന്ന് പറയുന്ന ഒരു റോൾ അല്ലെങ്കിൽ റോളക്സ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ ഒരു പടത്തിൻ്റെ അവസാനമുണ്ടെന്ന് ആ ഒരു വൗ ഫാക്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ലോകേഷ് ഈ പറയുന്ന ആ ഒരു റൂളിൽ ചെറിയൊരു ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ റൂൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ആ റൂൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അതിനകത്ത് ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാനായിട്ട് ലോകേഷ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിലർ ഒരു 41 സെക്കൻഡൊക്കെ ആയ സമയത്തേക്ക് ഇത്തരത്തിൽ ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും ആ പടത്തിലുള്ള പ്രധാന ക്യാരക്ടേഴ്സ് ആരെല്ലാമാണോ അവരെല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു. അവസാനം ഇത്തരത്തിൽ ആ ഒരു പടത്തിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഈ പറയുന്ന കമലഹാസൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ശരിക്കും ഈ ഒരു എന്താ പറയുക ഈ ഒരു ട്രെയിലറിൻ്റെ ഫസ്റ്റ് ആക്ട് തീരുന്നത്. അതായത് ക്യാരക്ടേഴ്സിനെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഈ ഒരു പടത്തിൻ്റെ ആ ഒരു പ്രിമേസ് എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലായില്ല ഒരു ആക്ഷൻ ത്രില്ലർ ആ ഒരു ടൈപ്പ് ജോണറാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ടോണും സെറ്റപ്പും എല്ലാം തന്നെ നമുക്ക് മനസ്സിലായി. ആ ഒരു ഫസ്റ്റ് ആക്ട് തീരുന്നത് ഇവിടെയാണ്, ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ആക്ട് 2 വരേണ്ടത് എന്താണ്? കോൺഫ്ലിക്റ്റ് ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങൾക്കില്ല, നിങ്ങൾക്ക് இருந்தா മീറപ്പെടും. ഇപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പല ആൾക്കാരും അവരുടേതായിട്ടുള്ള ഐഡിയോളജി പറയുകയാണ്. ആ ഒരു ഫഹദിൻ്റെ ക്യാരക്ടർ വന്നിട്ട് പറയുന്നു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്കില്ല എന്ന് പറയുന്നു. ഇനി അടുത്ത ആളുടെ ഐഡിയോളജി എന്താ നമുക്ക് കേട്ട് നോക്കാം. ഒരു മോമുടി കളറന്നാ ഇതൊരു മോമുടി പോട്ടവനാണ് താൻ. അപ്പോൾ ഇവിടെ ചെമ്പൻ വിനോദിൻ്റെ ആ ഒരു ക്യാരക്ടർ പറഞ്ഞു കേട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയോളജി പറയുന്നുണ്ട്. വിജയ് സേതുപതിയുടെ ആ ഒരു ഐഡിയോളജി പറയുന്നുണ്ട്. ആ ഒരു ഡ്രഗ്സ് കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന കണക്ക് പുള്ളിക്ക് പിന്നെ ആരെയും നോക്കണ്ട എന്നുള്ള ഐഡിയോളജി പറയുന്നുണ്ട്. നരേൻ്റെ ആ ഒരു ഐഡിയോളജി പറയുന്നുണ്ട്. ലാസ്റ്റ് കമൽഹാസൻ്റെ ആ ഒരു ഐഡിയോളജി പറയുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ആ ഒരു ആക്ട് 2 തീരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പോകാൻ പോകുന്ന ക്ലൈമാക്സിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്, അതായത് ആക്ട് 3. ഇവിടെ ആക്ട് 3 നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. അതായത് ഈ ഒരു ട്രെയിലർ തുടങ്ങി ആക്ട് 1 ഇത്തരത്തിൽ ക്യാരക്ടറിനെ എല്ലാം ഇത്തരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ പിന്നെ കോൺഫ്ലിക്റ്റ്, ഇവരുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളും പറഞ്ഞു. ഈ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് പോലും ഒരു അടി അവിടെ പൊട്ടിയിട്ടില്ല. അതായത് ഒരു ഗൺ ഫയറോ ഒരു ഫൈറ്റോ ഒരു കാര്യങ്ങളോ അതിൽ ആഡ് ചെയ്തിട്ടില്ല. പകരം ഇത്തരത്തിൽ നിങ്ങൾ ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇപ്പോൾ അടി നടക്കും, ഇപ്പോൾ അടി പൊട്ടുമെന്നുള്ള രീതിയിൽ എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്നാൽ ഒരു തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുന്നില്ല. എപ്പോഴാണോ ആക്ട് 3 തുടങ്ങുന്നത്, നിങ്ങൾ വിക്രം എന്ന് പറഞ്ഞ ഒരു സിനിമയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എപ്പോഴാണോ അതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് ഭാഗത്തിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്താണ് അതിൽ കൂടുതൽ ആക്ഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു ട്രെയിലറിൻ്റെ ഭാഗത്ത് നമുക്ക് ഇത്തരത്തിൽ അവിടെയാണ് ആ ഒരു ആക്ട് 3 അല്ലെങ്കിൽ ആക്ഷൻ നടക്കുന്നതെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആക്ട് 2 നിന്ന് ആക്ട് 3 വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്ട് 2 കുറേയധികം ഗണ്ണുകൾ ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് കുറേ പേര് ഗണ്ണ് ലോഡ് ചെയ്യുന്നു, കുറേ പേര് ഗണ്ണ് അൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ പേര് ഗണ്ണ് എയിം ചെയ്യുന്നു. അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഗൺസ് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരൊറ്റ ഗണ്ണ് പോലും അവിടെ ഫയർ ആവുന്നില്ലെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ, അതായത് ഒരു ഫിലിമിൽ ഒരു ഗണ്ണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗണ്ണ് ഫയർ ചെയ്തിരിക്കണമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ സെക്കൻഡ് ആക്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ ഗണ്ണെടുത്ത് ലോഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ആരും തന്നെ ഈ ഒരു ആക്ട് 2 ഇത്തരത്തിൽ ഗണ്ണ് ഫയർ ചെയ്യുന്നില്ല. എന്നാൽ ആക്ട് 2 കഴിയുന്ന സമയത്ത് കമലഹാസനാണ് ഇത്തരത്തിൽ ആ ഒരു ഗണ്ണ് ഫയർ ചെയ്തുകൊണ്ട് ആ ഒരു ഫൈറ്റിന് തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു ട്രെയിലറിൽ ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന 5 റൂളുകളിൽ 3 എണ്ണം ഇപ്പോൾ തന്നെ മീറ്റ് ചെയ്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത 2 റൂളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി എന്താ പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു സിനിമയിലെ നല്ല സീനുകൾ ഏതെല്ലാമാണോ അതെല്ലാം തന്നെ കാണിക്കണമെന്നാണ്. നിങ്ങൾ ഈ ട്രെയിലറിലേക്ക് നോക്കുകയാണെങ്കിൽ വിക്രത്തിലെ എല്ലാ നല്ല സീനുകളും ഈവൻ റോളക്സിൻ്റെ സീനുകൾ പോലും ഇതിൽ കാണിക്കുന്നുണ്ട്. ഫേസ് റിവീൽ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട സീനുകളും ഇതിൽ കാണിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ 4ാമത്തെ റൂളും മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത 5ാമത്തെ റൂൾ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു സിനിമയുടെ ടോണിനനുസരിച്ചുള്ള മ്യൂസിക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഓൾറെഡി നിങ്ങൾ ഇതിൻ്റെ മ്യൂസിക് കേട്ട് കാണും. ഇത്തരത്തിൽ അത് കൃത്യമായിട്ട് ആ ഒരു ത്രില്ലർ അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ ഫിലിമിന് പറ്റിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 5 റൂളും മീറ്റായി. അതായത് നമ്മുടെ ലോകേഷ് കനകരാജ് ഈ പറയുന്ന റൂളുകൾ
റൂളുകളൊക്കെ ഫോളോ ചെയ്ത് തന്നെയാണ് ഈ പറയുന്ന സിനിമയുടെ ട്രെയിലർ നിർമ്മിച്ചിട്ടുള്ളത്. ട്രെയിലർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇത്തരത്തിൽ ആ ഒരു സിനിമയുടെ ഷോർട്ട് ഫോം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും അതുപോലെ തന്നെ ഫിലിമിങ്ങിലും ഒക്കെ തന്നെ ഈ റൂളുകളെല്ലാം തന്നെ അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ ലോകേഷ് കനകരാജിന് ഇത്തരത്തിൽ ക്രിയേറ്റിവിറ്റി ഇല്ല എന്നാണോ? അങ്ങനെ ആരും ചിന്തിക്കരുത്. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ജന്മനാ ഉള്ളൊരു സാധനമാണ് അല്ലേ. ആ ഒരു ക്രിയേറ്റിവിറ്റി നല്ലതുപോലെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ കുറേ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. അതായത് സായിപ്പന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള കുറേ റൂളുകളുണ്ട്. ഈ റൂളുകളൊക്കെ വെറുതെ അല്ല കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ റൂളുകളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല കണ്ടന്റുകൾ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇനിയും മനസ്സിലാവാത്ത നിർഗുണ പരബ്രഹ്മങ്ങളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും ഒരു എക്സാമ്പിൾ കൂടി തരാം. അതായത് ആർക്കിടെക്ചറിൻ്റെ ജോലി നിങ്ങൾക്കറിയാമോ? അതായത് നല്ല ഡിസൈനായിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് ഇത്തരത്തിൽ നല്ല നല്ല ബിൽഡിംഗ് പണിയാന്നുള്ളതാണ്. അപ്പോൾ അതൊരു ക്രിയേറ്റീവ് വർക്കാണെന്ന് കരുതിയിട്ട് ഇത്തരത്തിൽ അദ്ദേഹം പോയിട്ട് ഫിസിക്സിൻ്റെ ലോസ് എല്ലാം മറന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുകയാണെങ്കിൽ ആ ഒരു പണിഞ്ഞ ബിൽഡിങ്ങിന് പാലാരിവട്ടം പാലത്തിൻ്റെ അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒരു സിനിമ ക്രിയേറ്റീവ് വർക്കാണ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ക്രിയേറ്റീവ് വർക്കാണെങ്കിൽ പോലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് മനസ്സിലാക്കാതെ ക്രിയേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ള മടി കൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പോയി എന്തെങ്കിലുമൊക്കെ എഴുതുകയാണെങ്കിൽ അങ്ങനെ കുറേയധികം പടങ്ങൾ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ 15 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ ക്രിയേറ്റിവിറ്റി ആണോ വലുത് അതോ ഈ പറയുന്ന കണക്ക് ഇത്തരത്തിൽ ഫോർമുലാസ് ആണോ വലുതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫോർമുലാസ് എല്ലാം തന്നെ ഡീപ്ലി കാണാതെ മനസ്സിലാക്കി പഠിക്കുക. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് നിങ്ങളുടെ ആ ഒരു കണ്ടന്റിൽ ഇതിനാവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക. ഇനി ആവശ്യമില്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തെടുത്ത് വ്യക്തമായിട്ട് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. എങ്ങനെയാണോ ലോകേഷ് ചെയ്ത് അതുപോലെ. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അടുത്ത വീഡിയോ കാണാം.